ജ്ഞാനവ്യാപി എന്ന യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഔറംഗസേബ് അടികൊണ്ടോടിയ ചരിത്രം നിങ്ങൾക്ക് അറിയുമോ? അതും നാഗസന്യാസിമാരുടെ കയ്യിൽ നിന്ന്. അതെ, വാരണാസി കീഴടക്കി അവിടെ ജ്ഞാൻവാപി പള്ളി പണിയുന്നതിന് മുമ്പ് സാധു സന്യാസിമാരുടെ ധൈര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പിന്തിരിഞ്ഞ് ഓടിയ വ്യക്തിയാണ് ഔറംഗസേബ്. എന്നാൽ ചരിത്രത്തിൽ ഈ അധ്യായം മായ്ക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മെ കീഴടക്കി ഭരിച്ചവരുടെ വീരകഥ മാത്രമാണ് നാം ഇതുവരെ പഠിച്ചത്. എന്നാൽ ചെറുത്തുനിൽപ്പിന്റെ അട്ടിമറി വിജയത്തിന്റെ ചരിത്രം അവർ നമ്മളിൽ നിന്നും മറച്ചുവെച്ചു. അങ്ങനെ ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞ ഒരു വീരഗാഥയാണ് ജ്ഞാനവ്യാപി യുദ്ധം. ഈ യുദ്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. 1664 ഔറംഗസേബിന്റെ ആക്രമണത്തിൽ നിന്നും നാഗസാധു സന്യാസിമാർ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ സംരക്ഷിച്ചിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ആയുധധാരികളായ മുഗൾ സൈന്യത്തോട് ആ സന്യാസിമാർ പോരാടി തന്റെ മഹാദേവന്റെ ജ്യോതിർലിംഗം സംരക്ഷിക്കാനായിരുന്നു. ഇതിനായി 40,000-ലധികം സന്യാസിമാർക്ക് ജീവൻ നഷ്ടമായി. ഈ യുദ്ധം ജ്ഞാനവ്യാപി യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടത്. മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും അവയുടെ വിവരണത്തിലും ഈ ജ്ഞാനവ്യാപി യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. നാഗസാധുക്കൾ ഏറെ നിഗൂഢമായി ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ്. ഇവർ മറ്റു ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് കാടുകളിലും ദൂരസ്ഥലങ്ങളിലും എല്ലാ സുഖങ്ങളും ത്യജിച്ച് ജീവിക്കുന്നവരാണ്. ഇവർ ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ അവതാരമായ ദത്തത്രയനായിരുന്നു നാഗസന്യാസികളുടെ ഗുരു. ഈ സന്യാസികൾക്ക് മരണഭയമില്ല. ഇവരുടെ കയ്യിൽ എപ്പോഴും ശംഖും ത്രിശൂലവും കാണും. ഇവ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഔറംഗസേബിന്റെ പടയാളികളെ നേരിട്ടത്. മുഗളന്മാരുടെ കിങ്കരന്മാരിൽ നിന്നും ഹിന്ദു ജനവിഭാഗവും അതുപോലെ സന്യാസിമാരും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ അറിയിക്കാൻ മധുസൂദന സരസ്വതി എന്ന തത്വചിന്തകൻ അക്ബറിന്റെ കോടതിയിലെത്തി. അങ്ങനെ അദ്ദേഹം പരാതി ബോധിപ്പിച്ചു. എന്നാൽ അതിനൊന്നും ഒരു പരിഹാരവും ലഭിക്കാതെ വന്നപ്പോൾ തന്റെ നിലയ്ക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതിനായി അദ്ദേഹം നാഗസന്യാസിമാരെ പുനഃസംഘടിപ്പിച്ചു. അങ്ങനെ നാഗസന്യാസിമാർ വാരണാസിയിൽ ഒത്തുകൂടി ഹിന്ദുക്കളെയും ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കാമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ഇതിന്റെ തുടർച്ച 1664 ഔറംഗസേബ് അദ്ദേഹത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന മുഗൾ സൈന്യവുമായി വാരണാസി ആക്രമിച്ച് കീഴടക്കാനും കാശി വിശ്വനാഥ ക്ഷേത്രം മറ്റും കൊള്ളയടിക്കാനും പദ്ധതിയിട്ടു. അങ്ങനെ അവർ ആ മോഹത്തിൽ കാശിയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ആദ്യമായി അവർക്ക് നേരെ ഇതിനെതിർത്തുകൊണ്ട് ഒരു കൂട്ടം സന്യാസിമാർ മുന്നോട്ട് വന്നു. ആ സന്യാസിമാരെ നിഷ്പ്രയാസം കീഴടക്കി വാരണാസി കീഴടക്കാം എന്നായിരുന്നു ഔറംഗസേബിന്റെ ചിന്ത. എന്നാൽ മരണഭയം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ സന്യാസിമാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മുഗൾ സൈന്യത്തിന് ആയില്ല. അവർ ജീവനും കൊണ്ട് തിരിച്ചോടി. ഔറംഗസേബിനെ നാഗസന്യാസിമാർ ക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് 4 വർഷത്തേക്ക് വാരണാസിയെ ആക്രമിക്കാൻ ഔറംഗസേബ് തുനിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ആക്രമണത്തിൽ 40,000 സന്യാസികൾക്ക് ജീവൻ നഷ്ടമായി. ഒരു പരാജയമുണ്ടായിട്ടും ഡൽഹി ഭരിക്കുന്ന ലക്ഷക്കണക്കിന് സൈനികരുള്ള ഔറംഗസേബ് 4 വർഷത്തോളം വാരണാസിയെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ നാഗസന്യാസിമാരെ ഔറംഗസേബ് എത്രത്തോളം ഭയന്നിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മുഗളന്മാർ യുദ്ധത്തിലും വഞ്ചനയും അതുകൂടാതെ ശരിയായ യുദ്ധരീതിയും പാലിക്കാതെയുമാണ് ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. രണ്ടാമത്തെ ആക്രമണത്തിൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായിരുന്ന സന്യാസികൾ ഒത്തുചേരാൻ താമസിച്ചു. അപ്പോഴേക്കും ഔറംഗസേബ് കാശി പൂർണ്ണമായി കീഴടക്കിയിരുന്നു. ഒരിക്കൽ അടികൊണ്ട് ഓടിയതിന്റെ പക കൊണ്ടായിരിക്കാം കാശി വിശ്വനാഥ ക്ഷേത്രം അദ്ദേഹം പൂർണ്ണമായി തകർത്തു. അവിടെ ഒരു പള്ളി അദ്ദേഹം നിർമ്മിച്ചു. അതാണ് ജ്ഞാൻവ്യാപി പള്ളി. ഇന്ന് നമുക്ക് ആ പള്ളി അവിടെ കാണാൻ സാധിക്കും. പക്ഷേ എന്തുതന്നെ ആയാലും ലക്ഷക്കണക്കിന് വരുന്ന ആയുധധാരികളുടെ മുന്നിലേക്ക് വെറും കൈയോടെ പോയി യുദ്ധം ചെയ്ത് വിജയിച്ച നാഗസന്യാസികൾ എന്നും അത്ഭുതമാണ്. പോരാട്ട വീര്യത്തിന്റെ ഉദാഹരണമാണ് ഇവർ. എന്നാൽ സങ്കടകരമായ ഒരു കാര്യം, നമ്മുടെ അക്കാഡമിക് പുസ്തകത്തിൽ ഈ സംഭവങ്ങളെക്കുറിച്ച് ഒരു പരാമർശം പോലുമില്ല. എന്നാൽ വില്യം ആർ പിഞ്ച് പോലെയുള്ള ചരിത്രകാരന്മാരുടെ പുസ്തകത്തിൽ ഈ വീരഗാഥയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിലും പുറമെയുള്ള വിദേശികൾക്ക് അത് വ്യക്തമായി അറിയാം. ഇനിയെങ്കിലും വരും തലമുറ സത്യം മനസ്സിലാക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഇതേപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.